أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد. ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് 8th കെമിസ്ട്രി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് എന്ന് ഓർമ്മയുണ്ടോ? യെസ്, ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ് അബൌട്ട് ആറ്റം ആൻഡ് molecule and we also discuss its examples. Okay, and we also see that the elements like helium, neon, argon exist as a single atom, while hydrogen, nitrogen, oxygen etc exist as molecule, or it exists as one or two or more atoms combined together. Okay, we are going to discuss about representation of atoms and molecule, or how we can represent an atom or an molecule. Okay, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ആറ്റം കണ്ടു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഒരു മോളിക്യൂൾ കണ്ടു കഴിഞ്ഞാലും എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ ഹീലിയം, നിയോൺ, ആർഗൺ, ക്സെനോൺ ഇവയ്ക്കൊക്കെ എന്താണ് സിംഗിൾ ആറ്റം ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവയുടെ ആറ്റംസിനെയും നമ്മൾ മോളിക്യൂൾസിനെയും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സെയിം വേ, അതായത് അവയുടെ സിമ്പൽ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക നമ്മൾ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഹീലിയത്തിന്റെ സിമ്പൽ എന്താണ്? യെസ്, He ആണ് അല്ലേ? അപ്പൊ ഈ ഹീലിയത്തിന്റെ ആറ്റത്തിനെയും മോളിക്യൂളിനെയും നമ്മൾ He എന്ന് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിയോന്റെ സിമ്പൽ എന്താണ്? Ne ആണ്. ഓക്കെ, ഈ Ne എന്ന ആറ്റത്തിനെയും Ne എന്ന മോളിക്യൂളിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Ne എന്ന സിമ്പൽ കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ആർഗൺ കേസിലാണെങ്കിൽ Ar എന്നാണ് അതിന്റെ സിമ്പൽ. അതിന്റെ മോളിക്യൂളും ആറ്റവും ഓൾസോ Ar എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന് കാരണം എന്താണ്? ഇവ സിംഗിൾ ആറ്റം ആയിട്ട് ഇവയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ സിംഗിൾ ആറ്റമായി നിൽക്കുന്ന മോളിക്യൂൾസിനെ നമ്മൾ മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് കൂട്ടുകൂടാനും വേറെ ആരും ആവശ്യം ഇല്ല. അവ ഒറ്റയ്ക്ക് സിംഗിൾ ആറ്റമായിട്ട് തന്നെ നിൽക്കും. ഓക്കെ, അപ്പോ എന്താണ്? മോളിക്യൂൾ വിത്ത് ഓൺലി വൺ ആറ്റം ഈസ് കോൾഡ് മോണോ അറ്റോമിക് മോളിക്യൂൾ. മോളിക്യൂൾ വിത്ത് ഓൺലി വൺ ആറ്റം, അതിൽ ഒരു ആറ്റം മാത്രമുള്ള മോളിക്യൂൾസിനെ നമ്മൾ മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്നാ പറയാ. എക്സാമ്പിൾസ് ഏതെല്ലാം പറയാം? ഹീലിയം, നിയോൺ, ആർഗൺ. നമ്മൾ He എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഒരു ഹീലിയം ആറ്റത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Then what about 2He? 2He എന്ന് കഴിഞ്ഞാൽ യെസ്, അത് 2 ആറ്റം, 2 ഹീലിയം ആറ്റത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Then 4He എന്ന് എഴുതി കഴിഞ്ഞാൽ യെസ്, ഇറ്റ് ഈസ് ഓൾസോ എത്രയാണ്? 4 ഹീലിയം ആറ്റം. ഓക്കെ, then 3Ar എന്ന് കഴിഞ്ഞാൽ അത് ആർഗന്റെ 3 ആറ്റങ്ങൾ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ മൂലകങ്ങൾ, ഈ എലമെന്റ്സിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? H2, N2, O2 ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്, കൂട്ടിനൊരാൾ വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇങ്ങനെ നിൽക്കുന്നതിന് നമ്മൾ മോളിക്യൂൾസ് എന്നാണ് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ
H2ൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാവും? എത്ര ഹൈഡ്രജന്റെ ആറ്റങ്ങൾ ഉണ്ട്? യെസ്, 2 ഹൈഡ്രജന്റെ ആറ്റങ്ങൾ കൂടി ചേർന്നാണ് H2 എന്ന മോളിക്യൂൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഓക്സിജന്റെ O2 എന്നൊരു മോളിക്യൂൾ ഉണ്ടാവണമെങ്കിൽ അതിൽ 2 ഓക്സിജൻ ആറ്റങ്ങൾ വേണം. അതുപോലെ തന്നെ നൈട്രജന്റെ കേസിലും എങ്ങനെയാണ്? N2 എന്ന് പറയണമെങ്കിൽ അതിൽ നൈട്രജന്റെ 2 ആറ്റങ്ങൾ ഉണ്ടാവണം അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ മോളിക്യൂൾ ആയിട്ടാണ് നിൽക്കുന്നത് എന്നാ പറയാം. ഇങ്ങനെ those with 2 atoms each are called diatomic molecule. അതായത് മോളിക്യൂൾ വിത്ത് 2 ആറ്റം, ഒരു മോളിക്യൂളിൽ 2 ആറ്റം ഉണ്ടെങ്കിൽ നമ്മളെ അതിനെ ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് പറയുക. ഒരാറ്റം ആണെങ്കിൽ മോണോ ആറ്റോമിക്, 2 ആറ്റം ആണെങ്കിൽ ഡയാറ്റോമിക്. അപ്പൊ H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഹൈഡ്രജന്റെ ഒരു മോളിക്യൂളിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Then what about 2H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ 2 ഹൈഡ്രജന്റെ മോളിക്യൂള്, 2 ഹൈഡ്രജൻ മോളിക്യൂള്. എക്സാമ്പിൾ 2H2 അല്ലേ? ഇതില് 2 ഹൈഡ്രജന്റെ മോളിക്യൂള്. ഒരു മോളിക്യൂളിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? യെസ്, 2 ആറ്റങ്ങളുണ്ട്. അപ്പൊ 2H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് 4, ശ്രദ്ധിക്കാം, 2H2 അല്ലേ? അപ്പൊ 2H2 നമ്മൾ എങ്ങനെ എഴുതി? H2 H2. ഇപ്പൊ 2H2 ആയില്ലേ? ഇനി ഈ ഒരു H2ൽ എത്ര ആറ്റങ്ങളുണ്ട്? യെസ്, 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട് അല്ലേ? 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. നോക്കൂ, അപ്പോ 2H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വായിക്കുന്നത് എന്താണ്? 2 ഹൈഡ്രജന്റെ മോളിക്യൂൾസ് എന്നാണ്. ബട്ട് ഇൻ 2 hydrogen molecule there are 4 hydrogen atoms. Got it? 6Cl2 എന്ന് പറഞ്ഞു മിസ്. 6Cl2 അതായത് 6 ക്ലോറിന്റെ മോളിക്യൂൾസ്. അപ്പൊ 6Cl2 പറയുമ്പോ 6Cl2 നമ്മൾ എഴുതി നോക്കാം. 3, 4, 5, 6 ഇവിടെ എഴുതാം. 1, 2, 3, 4, 5, 6. ഓക്കെ, അപ്പൊ 6Cl2ന്റെ മോളിക്യൂൾസ് ആയി അല്ലേ? ഇനി ഓരോ Cl2 മോളിക്യൂളിലും എത്ര Clകൾ ഉണ്ട്? ഇതില് 2 Cl ഉണ്ട്. അതുപോലെ തന്നെ ഇതിലും 2 Cl ഉണ്ട്. ഇതിലും 2 Cl, ഇതിലും 2 Cl, ഇതുപോലെ തന്നെ ഇതിലും 2 Cl. Then this also 2 Cl അല്ലേ? അപ്പൊ 2 Cl ആറ്റങ്ങൾ കൂടി ചേർന്നാണ് ഒരു Cl മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ Cl2 എന്ന മോളിക്യൂളില് 2 ക്ലോറിൻ ആറ്റങ്ങളുണ്ട്. അങ്ങനെയാണ് 6Cl2ൽ മൊത്തം എത്ര ക്ലോറിൻ ആറ്റങ്ങൾ ഉണ്ടാവും? ക്ലോറിൻ ആറ്റങ്ങൾ ഉണ്ടാവും. യെസ്, ഇനി നോക്കൂ, 2, 4, 6, 8, 10, 12. ഓക്കെ, അപ്പൊ 12 ക്ലോറിൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് 6 ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്? 12 ക്ലോറിൻ ആറ്റങ്ങൾ കൂടി ചേർന്നാണ് 6Cl മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഒരു മോളിക്യൂളിനെ നമ്മൾ Cl2 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. മനസ്സിലായോ? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഒക്കെ 2 ആറ്റംസ് അല്ലെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മോളിക്യൂൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ചില എലമെന്റ്സ് ഈ 2നെക്കാളും കൂടുതൽ ആറ്റംസ് ഉള്ള മോളിക്യൂൾസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോസ്ഫറസ്, അത് P4 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സൾഫർ S8 ആയിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ സം എലമെന്റ്സ് എക്സിസ്റ്റ് ആസ് മോളിക്യൂൾസ് ഓഫ് മോർ ദാൻ 2 ആറ്റംസ്. ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂൾസിനെ നമ്മള് പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് പറയാം. അതായത് 2ൽ കൂടുതൽ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന മോളിക്യൂൾസിനെ നമ്മൾ പോളി അറ്റോമിക് മോളിക്യൂൾസ്. അപ്പൊ ഒരു മോളിക്യൂള് സിംഗിൾ ഒരാറ്റാണെങ്കിൽ നമ്മൾ മോണോ അറ്റോമിക് എന്നും, ഒരു മോളിക്യൂളിൽ 2 ആറ്റങ്ങളാണുള്ളതെങ്കിൽ അതിനെ ഡയാറ്റോമിക് എന്നും, ഒരു മോളിക്യൂളില് 3 or 4, 5 അങ്ങനെ
മോർ ദാൻ 2 ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്നുമാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നന്നായി ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ മോണോ അറ്റോമിക് മോളിക്യൂൾസിന് എക്സാമ്പിൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഹീലിയം, നിയോൺ, ആർഗൺ അല്ലെ. ഹീലിയത്തിന് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? He എന്ന് റെപ്രസെന്റ് ചെയ്യും അല്ലെ. ഇനി മിസ് ഇതിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു 2 എന്ന നമ്പർ ഉണ്ട്. ഈ 2 എന്ന് പറയുന്ന നമ്പർ ഈ ഹീലിയത്തിന്റെ ആറ്റത്തിന്റെ നമ്പറിനെയും അതുപോലെ തന്നെ മോളിക്യൂളിന്റെ നമ്പറിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. എന്താണ്? ലെഫ്റ്റ് സൈഡിലുള്ള ഈ 2 എന്ന നമ്പർ ഈ മോണോ അറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ മാത്രമാട്ടോ മിസ് പറയുന്നത്. മോണോ അറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന നമ്പർ ഇതിന്റെ ബോത്ത് മോളിക്യൂൾസിനെയും ആറ്റംസിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ എത്ര ഹീലിയം മോളിക്യൂൾസ് ഉണ്ട്? 2. എത്ര ഹീലിയം ആറ്റംസ് ഉണ്ട്? ഇറ്റ് ഈസ് ഓൾസോ 2. Then what about 4? മിസ് ഇവിടെ 4 എന്ന് കൊടുത്തു. Then ഇതിലെത്ര മോളിക്യൂൾസ് ഉണ്ട് ഹീലിയത്തിന്റെ? 4. എത്ര ആറ്റംസ് ഉണ്ട്? ഹീലിയം ആറ്റംസ് ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ 4. മനസ്സിലായോ? അപ്പോ മോണോ അറ്റോമിക് ഇൻ ദ കേസ് ഓഫ് മോണോ അറ്റോമിക് മോളിക്യൂൾ മോണോ അറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന നമ്പർ ബോത്ത് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് റെപ്രസെന്റ് ചെയ്യുന്നു. പോളി അറ്റോമിക് മോളിക്യൂൾസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അതായത് മോർ ദാൻ 1 ആറ്റം ഉള്ള മോളിക്യൂൾസിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ ഇൻ ദ കേസ് ഓഫ് 2H2 എന്ന് എഴുതി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, 2H2 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിലെ ഈ റൈറ്റ് സൈഡിൽ എഴുതുന്ന 2 ഉണ്ടല്ലോ, റൈറ്റ് സൈഡിൽ 2 ഉണ്ടല്ലോ, ഇത് ഇതിലുള്ള ആറ്റംസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു മോളിക്യൂളിലെ എത്ര ആറ്റംസ്, 1 മോളിക്യൂൾ കണ്ടെയ്ൻ ഹൗ മെനി ആറ്റംസ്, അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള ഈ നമ്പർ ഉണ്ടല്ലോ, ഇത് ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ 2 എന്ന് പറയുന്നത് ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട്, ഇത് എത്ര മോളിക്യൂൾസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു മോളിക്യൂളില് എത്ര ആറ്റം, ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം, ഇത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതില് 2 ഹൈഡ്രജന്റെ മോളിക്യൂൾസ് ആണുള്ളത് അല്ലെ. അപ്പൊ ഒരു മോളിക്യൂളിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? യെസ്, 2 ആണുള്ളത് അല്ലെ. അപ്പൊ ഈ ടോട്ടലിൽ എത്ര വരും? 4 വരും. അതെങ്ങനെയാണ്? നമ്മൾ നേരത്തെ എഴുതിയില്ലേ, 2H2 നമ്മൾ എങ്ങനെ എഴുതും? H2 പ്ലസ് H2 ആണ് 2H2 അല്ലെ. ഓരോ H2 എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? H അല്ലെ. HH2. ഈ H2 മോളിക്യൂളിലും 2 ഹൈഡ്രജൻ ആറ്റം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്ര വരും? 4 വരും. അപ്പൊ ഒരു മോളിക്യൂളിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരു മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ മോളിക്യൂളിൽ 4 ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, കുറച്ച് എലമെന്റ്സിന് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ മോണോ അറ്റോമിക്, ഡയാറ്റോമിക് ആൻഡ് പോളി അറ്റോമിക് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് എഴുതണം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഒരു ആറ്റം മാത്രമാണെങ്കിൽ മോണോ ആറ്റോമിക് ആയിരിക്കും, 2 ആറ്റം ഉണ്ടെങ്കിൽ ഡയാറ്റോമിക് ആയിരിക്കും, 3 ആറ്റം മോർ ദാൻ 2 ആണെങ്കിൽ, അത് 2നേക്കാളും കൂടുതലാണെങ്കിൽ പോളി അറ്റോമിക് ആയിരിക്കും. അപ്പൊ നിങ്ങളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ആക്ടിവിറ്റി ചെയ്യാനുള്ളത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നമ്പർ ഓഫ് മോളിക്യൂൾസും നമ്പർ ഓഫ് ആറ്റംസിന്റെ എണ്ണം നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നോക്കൂ, ഏതാണ്? O2 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, O2 is a diatomic molecule because it contains 2 atoms, 2 oxygen atoms. നോക്കൂ, O2 അല്ലേ, ഇതിലെ മോളിക്യൂൾസ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല എങ്കിൽ അവിടെ 1 എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ ഒന്നും എഴുതി O2 മാത്രമാണ് തന്നിട്ടുള്ളെങ്കിൽ അത് അതിനർത്ഥം എന്താണ്? ഒരു O2 മോളിക്യൂൾ എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ 2, 4 എന്നൊക്കെ തരാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാമല്ലോ. അപ്പൊ ഇത്
SO2ന്റെ മോളിക്യൂൾസ് ഉണ്ട്. എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? യെസ്, 1 മോളിക്യൂൾ അല്ലേ? ഇവിടെ അതായത് പോളി അറ്റോമിക് എന്ന് പറഞ്ഞാല് എന്താണ്? മോണോ അറ്റോമിക് അല്ലാത്തതൊക്കെ പോളി അറ്റോമിക് ആക്കി എടുക്കുക കേട്ടോ. അപ്പൊ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത് മോളിക്യൂളിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇതിൽ 1 മോളിക്യൂൾ. ഇതിൽ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? യെസ്, O2 എന്ന് പറഞ്ഞാല് 2 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നാണ് O2 എന്ന ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പൊ എത്ര ആറ്റംസ് ഉണ്ട്? യെസ്, there are 2 atoms in 1 oxygen molecule. Next 2N2. 2N2. ഇതിൽ how many molecules are 2N2? Yes, 2. Because എന്താണ് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്പർ മോളിക്യൂൾസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Then what about atom? എത്ര ആറ്റം ഉണ്ട്? How many atoms in 2N2 molecule? 2N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 N2കൾ എഴുതി നോക്കാം അല്ലെ. ഓരോ N2ലും എത്ര നൈട്രജൻ ആറ്റങ്ങൾ ഉണ്ട്? 2 അല്ലെ. ഇതിലും അതുപോലെ 2 നൈട്രജൻ ആറ്റം. Then ടോട്ടൽ എത്രയുണ്ട്? 4 നൈട്രജൻ ആറ്റംസ്. ഓക്കെ. Then 6Cl2 ആണ്. 6Cl2 നമ്മൾ നേരത്തെ എഴുതിയതാണ് അല്ലെ. 6Cl2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6Cl2കളെ നമ്മള് 6Cl2കൾ അടുപ്പിച്ച് എഴുതാം. എന്നിട്ട് ഓരോ Cl2ലും എത്രയുണ്ട്? 2 Clകൾ ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 12 ആറ്റംസ് ഉണ്ട്. ദെൻ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 6 മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ. ദെൻ 2 ഹീലിയം ആണ്. നോക്കൂ, മോണോ അറ്റോമിക് മോളിക്യൂൾ എങ്ങനെ മനസ്സിലാവും? അതായത് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, നമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്കത് മോണോ അറ്റോമിക് മോളിക്യൂൾസ് ആണെന്ന് മനസ്സിലാവും. മോണോ അറ്റോമിക് മോളിക്യൂൾസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന നമ്പർ മോളിക്യൂൾസിനെയും ആറ്റംസിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ എത്ര? ഹൗ മെനി മോളിക്യൂൾസ്? 2. ആൻഡ് ഹൗ മെനി ആറ്റംസ്? ഇറ്റ് ഈസ് ഓൾസോ 2. ബാക്കി 3 കൂടി ചെയ്യാണ്ടത് നിങ്ങൾ ഹോംവർക്ക് ആയി ചെയ്യണം. അതിന്റെ കൂടെ മിസ് ഒരു 5 കൂടി തരുന്നുണ്ട്. അതിലും ഹൗ മെനി മോളിക്യൂൾസ് ആൻഡ് ഹൗ മെനി ആറ്റംസ് നിങ്ങൾ എഴുതണം. ഓക്കെ. സബ്സ്റ്റൻസ് തന്നു കഴിഞ്ഞാൽ അതില് എത്ര മോളിക്യൂൾസ് ഉണ്ട്, എത്ര ആറ്റംസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പഠിച്ചു അല്ലേ. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് വേറെ ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാണ്. ടോപ്പിക് നെയിം എന്ന് പറയുന്നത് കോമ്പൗണ്ട്സ് എന്നാണ്. അപ്പൊ കോമ്പൗണ്ട്സിലേക്ക് വരുന്നതിന് മുന്നേ മിസ് നിങ്ങളെടുത്ത് ചോദിക്കുകയാണ്, എന്താണ് മോളിക്യൂൾസ്? നമ്മൾ മോളിക്യൂൾസിന്റെ ഡെഫിനിഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? മോളിക്യൂൾസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി അല്ലെ. സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. പക്ഷെ സിമ്പിൾ ആയിട്ട് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ സെയിം എലമെന്റിന്റെ സെയിം ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് മോളിക്യൂൾസ്. ഇതാണ് സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാവുക. അതിൽ ഒരേ ടൈപ്പ്, അതായത് ഇപ്പൊ H2 എന്നെടുക്കുകയാണെങ്കിൽ അതിൽ ഹൈഡ്രജന്റെ 2 ആറ്റങ്ങളാണുള്ളത്. But in the case of compound, there are different atoms combined to form a compound. ഡിഫറെന്റ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CO2, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കോമ്പൗണ്ട് ആണ്. എന്താണ് കാരണം? യെസ്, ഇറ്റ് കണ്ടെയ്ൻ കാർബൺ ആൻഡ് ഓക്സിജൻ. ദ കാർബൺ ആൻഡ് ഓക്സിജൻ ആർ ദ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ് അല്ലെ. ഇത് രണ്ടും 2 ആറ്റങ്ങളാണ്. H2 എന്താണ്? H2 is a molecule ആണ്. Why? It contain only hydrogen atoms. But in the case of CO2, there are എന്തൊക്കെയുണ്ട്? കാർബൺ ആൻഡ് ഓക്സിജൻ. These are different atoms. Okay. അപ്പോ ഡിഫറെന്റ് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് കോമ്പൗണ്ട്സ്. സെയിം ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് മോളിക്യൂൾസ്. ഓക്കെ, വ്യത്യാസം മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളില് എന്താണ്? കോമ്പൗണ്ട് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. അതിലുള്ള ആറ്റംസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, എന്താണ്? ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതിലെ ആറ്റംസ് ഏതൊക്കെയാണ്? കാർബൺ ആൻഡ് ഓക്സിജൻ.
ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ആൻഡ് ക്ലോറൈഡ്. ദെൻ വാട്ടർ, വാട്ടറിന്റെ എന്താണ് നമ്മൾ പറയാറ് H2O എന്നാണ് അല്ലെ. അപ്പൊ അതിൽ ആരൊക്കെയാണുള്ളത്, ഏതൊക്കെ എലമെന്റ്സ് ആണ്, ആറ്റംസ് ആണുള്ളത്? യെസ്, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, അപ്പൊ അവിടെ എഴുതുക ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ദെൻ ഷുഗർ, ഷുഗർ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ ഷുഗറിനെ ബോയിലിംഗ് ട്യൂബിലൊക്കെ ഇട്ടിട്ട് അല്ലെ അതിനെ ഹീറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് തന്നെ വന്നത്. അപ്പൊ ഷുഗറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അന്ന്? എന്തൊക്കെ ആയിരുന്നു? കാർബൺ ആൻഡ് വാട്ടർ ആയിരുന്നു അല്ലെ. അത് കരിയും പിന്നെ അതിന്റെ പുറത്ത് വെള്ളവും. അപ്പൊ വെള്ളത്തിൽ എന്തൊക്കെയുണ്ടെന്ന് ഇപ്പൊ നമ്മൾ തൊട്ടു മുന്നേ എഴുതി എന്തൊക്കെയുണ്ട്? ഹൈഡ്രജനും ഓക്സിജനും. അപ്പൊ ഷുഗറിൽ എന്തൊക്കെയുണ്ട്? കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും വെള്ളത്തിന്റെ. ഓക്കെ, ദെൻ മെർക്കുറിക് ഓക്സൈഡ്. മെർക്കുറിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാല് മെർക്കുറിയും ഓക്സിജനുമാണ് അതിലുള്ള ആറ്റംസ്. ഓക്കെ, കോമ്പൗണ്ട്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഡിഫറെന്റ് എലമെന്റിന്റെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് കോമ്പൗണ്ട്സ്. സെയിം എലമെന്റിന്റെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താണെങ്കിൽ അത് മോളിക്യൂൾസ് ആണ്. ഓക്കെ, പറഞ്ഞോളി കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നത് അല്ലെ. അതായത് കാർബൺ ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ മാത്രമാണോ നമുക്ക് കിട്ടുന്നത്? അല്ല, കാൽഷ്യം കാർബണേറ്റ് എന്താണ്? CaCO3. ഇതിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാലും എന്തൊക്കെ കിട്ടും? CaO പ്ലസ് CO2, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ എന്താണ്? കാർബൺ ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അതുപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റിനെ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഓക്കെ, അപ്പൊ എന്താണ്? ഡിഫറെന്റ് വേസിൽ നമുക്ക് കോമ്പൗണ്ട്സ് സെയിം കോമ്പൗണ്ടിനെ കിട്ടും. പക്ഷേ ഏത് സോഴ്സിൽ നിന്ന് നമുക്ക് ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാലും അതിലുള്ള ആറ്റങ്ങളുടെ റേഷ്യോ എപ്പോഴും തുല്യമായിരിക്കും. അതായത് CO2 എന്ന് പറയുന്നത് ഏത് വേസിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും CO2 ഒരു കാർബണും 2 ഓക്സിജനും ആയിരിക്കും ഉണ്ടായിരിക്കുക. സപ്പോസ് CO2 കാർബണിന്റെയും ഓക്സിജന്റെയും റേഷ്യോ എന്താണ്? 1:2 ആണ്. അതായത് 1 കാർബൺ 2 ഓക്സിജൻ. മനസ്സിലായോ? ഇൻ ദ കേസ് ഓഫ് H2O ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ 2:1 ആണ്. അപ്പൊ ഏത് സോഴ്സ് നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും ഈ ആറ്റങ്ങൾക്കിടയിൽ ഒരു ഫിക്സഡ് റേഷ്യോ എപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴും CO2 എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജനും ഒരു കാർബണും 2 ഓക്സിജനുമാണ്. H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഓക്സിജനും ഹൈഡ്രജനും മെയിൻറ്റെയിൻ ചെയ്യുന്ന റേഷ്യോ എത്രയാണ്? 2:1 ആണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. സോ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? CO2 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. ഈ റെപ്രസെന്റേഷനെ നമ്മൾ കെമിക്കൽ ഫോർമുല എന്നാണ് പറയാം. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുലയാണ് CO2. Then what about water? വാട്ടർ മോളിക്യൂളിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? H2O. ഈ H2Oനെയാണ് നമ്മൾ വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. Then ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്ലോറൈഡിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? HCl. അപ്പൊ ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? HCl എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ മോളിക്യൂൾസിനെയും കോമ്പൗണ്ട്സിനെയും അതിന്റെ കെമിക്കൽ ഫോർമുല വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. നോക്കൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഒക്കെ 7th നിങ്ങൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ആസിഡുകളാണ്. അപ്പോ നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? H2SO4 ആണ്. എന്താണ്? H2SO4. ഈ H2SO4 എന്ന സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്യൂളിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? യെസ്, 2 ആറ്റങ്ങളുണ്ട് അല്ലെ. 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. എത്ര സൾഫർ ആറ്റങ്ങളുണ്ട്?
ഓക്സിജൻ ആറ്റങ്ങളുണ്ട് അല്ലേ. ശ്രദ്ധിക്കാം, ഞാനിവിടെ 2 എന്ന് എഴുതി. അതായത് 2 സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്യൂൾസ്, 2 സൾഫ്യൂരിക് ആസിഡിന്റെ കോമ്പൗണ്ട്, മോളിക്യൂൾ അല്ലല്ലോ, ഡിഫറെന്റ് ആറ്റംസ് ആണുള്ളത്. അപ്പൊ നമ്മൾ കോമ്പൗണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സൾഫ്യൂരിക് ആസിഡിന്റെ ഈ 2 മോളിക്യൂൾസിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട് നോക്കൂ. ഇവിടെ 2 എന്ന് വന്നു കഴിഞ്ഞാൽ ഈ 2 ഹൈഡ്രജനും സൾഫറിനും ഓക്സിജനും എല്ലാം ബാധകമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 × 2 ചെയ്യാം. അപ്പൊ എത്രയായി? 4 ഹൈഡ്രജൻ ആറ്റങ്ങളായി. 2 ഇവിടെ 1 ആണ്, ഒന്നും എഴുതിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ 1 എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ 2 × x എത്രയാണ്? 2 സൾഫർ ആറ്റങ്ങൾ. 2 ഒരു ഇവിടെ 4 ആറ്റം ഓൾറെഡി ഉണ്ട് അല്ലേ. അപ്പൊ ഇത് കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മോളിക്യൂൾ ആണല്ലേ. അപ്പോ 2O4 എന്ന് പറഞ്ഞാല് 2O4ന്റെ 2 മോളിക്യൂൾ എന്നാണ് അർത്ഥം അല്ലേ. അപ്പൊ ഒരു മോളിക്യൂൾ എത്ര ഉണ്ട്? 4 ആറ്റങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 മോളിക്യൂൾ എത്ര ആറ്റങ്ങളുണ്ട്? 8 ഉണ്ട് അല്ലേ. അപ്പൊ എത്ര? 8 ഓക്സിജൻ ആറ്റങ്ങളും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഇവിടെ എഴുതിയിട്ടുള്ളതും ഇതും കൂടി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ഓരോ ആറ്റങ്ങളും എത്ര എണ്ണം വീതമുണ്ട് എന്ന് മനസ്സിലാവും. നോക്കൂ, H2SO4 സൾഫ്യൂരിക് ആസിഡിന്റെ 2 മോളിക്യൂൾസിലെ 4 ഹൈഡ്രജൻ, 2 സൾഫർ പ്ലസ് 8 ഓക്സിജൻ. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 4 + 2 6, 6 + 8 14. അപ്പോ 2H2SO4 എന്ന മോളിക്യൂൾസിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 14 ആണ്. ഓക്കെ. CO2 എന്ന മോളിക്യൂൾസിൽ എത്ര ആറ്റംസ് ഉണ്ട്? ടോട്ടൽ നമ്പർ ആട്ടോ. ഒരു കാർബൺ ആറ്റം ഉണ്ട്, പിന്നെ എന്താണ് 2 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. അപ്പൊ ടോട്ടൽ 3 ആറ്റംസ് അല്ലേ. ഇനി 2C12 H22 then O11. ഇതെന്താണ്? ഷുഗറിന്റെ കെമിക്കൽ ഫോർമുല എന്നത് C12 H22 O11. ഇങ്ങനത്തെ 2 ഷുഗർ മോളിക്യൂൾസിലെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരിക്കും? എങ്ങനെ കാണും? എത്ര കാർബൺ ആറ്റം ഉണ്ട്, എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട് നോക്കുക. എന്നിട്ട് അതിനെ ടോട്ടല് ആഡ് ചെയ്യാം. അപ്പൊ എത്ര കാർബൺ ആറ്റം ഉണ്ട്? അവിടെ 12 കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 2 എല്ലാ ആറ്റങ്ങൾക്കും ബാധകമാണ് അല്ലേ. അതായത് മൊത്തം 2 മോളിക്യൂൾ എന്നാണ് അർത്ഥം. നമ്മൾ എന്ത് ചെയ്യാം? ഈ 2നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 × 12 എത്രയാണ്? 24 അല്ലേ. 24 കാർബൺ പ്ലസ് 2 × 22 എത്രയാണ്? പറയൂ. 44 ഹൈഡ്രജൻ പ്ലസ് O എത്രയുണ്ട്? 11 അല്ലേ. മോളിക്യൂൾസ് ആയിട്ടാണ് നിൽക്കുന്നത്. 11 ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് അതിന്റെ കൂടെ ഈ 2 അല്ലേ. 2 മോളിക്യൂളിന് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 22. അപ്പൊ 22 ഓക്സിജൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ നമ്പേഴ്സ് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നോക്കൂ. 24 44 then 22 എത്രയാണ്? 4 + 4 8, 8 + 2 10, ബാലൻസ് 1, 3 7 9. അപ്പോ
എത്രയാണ്? ആൻസർ എത്രയാണ്? 19 ആണ്. അപ്പോ 2 ഷുഗർ മോളിക്യൂൾസില് 90 ആറ്റംസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? ആഡ് ചെയ്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഫസ്റ്റ് ഓരോ ആറ്റംസും എത്രയുണ്ടെന്ന് കണ്ടെത്താം. ദെൻ ആ ആറ്റങ്ങൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. എക്സാമ്പിൾ നോക്കൂ. 3NaCl. അപ്പൊ 3NaCl ഉള്ള ആറ്റംസ് ഏതൊക്കെയാണ്? സോഡിയവും ക്ലോറിനും. Na എന്ന് പറഞ്ഞാൽ സോഡിയം, Cl എന്ന് പറഞ്ഞാൽ ക്ലോറിൻ. നമ്മള് ഇവിടെ ഒന്നുമില്ലെങ്കിൽ എന്താണ് അർത്ഥം? 1 എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ 2NaCl എന്ന് പറയുന്ന 3 NaCl മോളിക്യൂൾസില് എത്ര ആറ്റംസ് ഉണ്ട്? അപ്പൊ 3Na അല്ലെ, 3Na ഉണ്ട് പ്ലസ് 3Cl. ഇവിടെ എഴുതിയിട്ടുള്ള 3 എന്ന് പറയുന്നത് ഈ Na-ക്കും ഈ Cl-നും ബാധകമാണ്. അപ്പൊ 3 + 3 6. അപ്പൊ 6 ആറ്റംസ് ആണ് 3NaCl. ഇനി ബാക്കി ഇനി ബാക്കി കുറച്ച് ഇതുപോലത്തെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതില് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്ന് കണ്ടെത്തണം. ഓക്കെ, സോ ടുഡേ വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് representation of atoms and molecules, also the term compound, and also the calculation of compound to get how many atoms in a compound. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഒരു മോളിക്യൂള് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, ഒരു ആറ്റം എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, അതുപോലെ തന്നെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോമ്പൗണ്ടിലെ ആറ്റംസിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും എന്നൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ടോപ്പിക് കൂടി ഉള്ളൂ തോന്നുന്നു ഈ ചാപ്റ്ററിൽ. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ എങ്ങനെയാണ് ഈ ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക, അതായത് ഒരു മോളിക്യൂൾ തന്നു കഴിഞ്ഞാൽ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസിനെ എങ്ങനെ കണ്ടെത്തും. ഓക്കെ, നന്നായി മനസ്സിലാക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.